ഓം നമോ ഭഗവതേ വാസുദേവായ. ദശാവതാരങ്ങളിൽ ഏഴാമത്തതാണ് ശ്രീരാമാവതാരം. അയോധ്യയിലെ രാജാവ് ദശരഥപുത്രൻ. കോസല രാജ്യത്തെ രാജാവായിരുന്ന ദശരഥ രാജാവിൻ്റെ പുത്രനായിരുന്നു ശ്രീരാമൻ. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന അയോധ്യയിലെ രാജാവായി വാഴിക്കാൻ വിചാരിച്ചത് ശ്രീരാമനെ ആയിരുന്നു. പക്ഷേ വിധിവൈപരീത്യം കാരണം അത് സാധിക്കാതെ പോയി എന്ന് മാത്രമല്ല, കാനനവാസവും വേണ്ടി വന്നു. അങ്ങനെ ആ പട്ടാഭിഷേകം, ശ്രീരാമ പട്ടാഭിഷേകത്തിന് വിഘ്നം വരികയാണ് ചെയ്തത്. നമ്മൾ രാമായണത്തിലാണ് കാര്യമായിട്ട് ശ്രീരാമൻ്റെ കഥ നമ്മൾ കേൾക്കുന്നത്. രാമായണം വെച്ചാൽ അത് പറയുന്നത് ഇങ്ങനെ രാമസ്യ അയനം, രാമൻ്റെ അയനം യാത്ര എന്ന് പറയുന്നുണ്ട് രാമായണത്തെ. അപ്പോൾ രാമായണത്തിലാണ് ജനനവും അതുപോലെ രാവണ നിഗ്രഹവും സീതയെ വീണ്ടെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീരാമ അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് രാവണ നിഗ്രഹമാണ് മെയിനായിട്ട്. പക്ഷേ ആ കാനന യാത്രയിലുടനീളം പലർക്കും മോക്ഷം കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ശബരി, താടക, അഹല്യ, അങ്ങനെ മാരീച, സുബാഹുക്കൾ, അങ്ങനെ പലർക്കും മോക്ഷം കിട്ടുന്നുണ്ട്. അതായത് മെയിനായിട്ട് രാവണ നിഗ്രഹമാണെങ്കിൽ പോലും ആ യാത്രയിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഈ രാവണനെ നിഗ്രഹിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവണൻ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു വരം വാങ്ങിയിരുന്നു. ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ യക്ഷന്മാർക്കോ അസുരന്മാർക്കോ രാക്ഷസർക്കോ ഒന്നും തന്നെ വധിക്കാൻ സാധിക്കരുത്. അവരെ കൊണ്ടൊന്നും താൻ വധിക്കപ്പെടരുത്. അങ്ങനെയാണ് വരം ചോദിച്ചത്. ആ വരത്തിൻ്റെ ബലത്തിൽ രാവണൻ വല്ലാതെ അങ്ങോട്ട് അഹങ്കാരിയായി തീർന്നു. സകലരെയും, ബ്രാഹ്മണരെയും സകല ജനങ്ങളെയും ഉപദ്രവിക്കുന്ന, അങ്ങനെ ഭൂമിദേവിക്ക് ഭാരം സഹിക്കാൻ വയ്യാതെ ഭൂമിദേവി പശുരൂപം ധരിച്ചിട്ട് ദേവേന്ദ്രനെ അഭയം പ്രാപിച്ചു. അങ്ങനെ ഇന്ദ്രൻ ഭൂമിദേവിയുമായി ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്നു. ബ്രഹ്മാവാണല്ലോ രാവണന് ഇങ്ങനെ ഒരു വരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്നു. ബ്രഹ്മാവ് ഒരു കാര്യം ചെയ്യാം, ഇത്രയും, അതായത് ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും യക്ഷന്മാർക്കും അസുരന്മാർക്കും രാക്ഷസന്മാർക്കും അല്ലേ ഇദ്ദേഹത്തെ വധിക്കാൻ പറ്റാത്തതുള്ളൂ. പക്ഷെ അതിലൊരു പഴുതുണ്ട്, മനുഷ്യർക്ക് പറ്റുമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മനുഷ്യരൂപം ധരിച്ച ഒരാൾക്ക് വധിക്കാൻ കഴിയും. അങ്ങനെ ഇവരെല്ലാവരും കൂടി, ബ്രഹ്മാവ് എല്ലാവരും കൂടിയിട്ട്, ഇന്ദ്രനും എല്ലാവരും കൂടി കൈലാസത്തിലെത്തി ശിവഭഗവാനോട് സങ്കടം ഉണർത്തിച്ചു. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ശിവഭക്തനായ രാവണനെ വധിക്കാൻ പ്രയാസം. അപ്പം ഇനി എന്ത് ചെയ്യാം? എല്ലാവരും കൂടിയിട്ട് പാലാഴിയിൽ പള്ളി കൊള്ളുന്ന വിഷ്ണു ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചു. പാലാഴിയിൽ ചെന്നു കണ്ടു, വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രസീതനായി. അങ്ങനെ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ അയോധ്യ രാജാവിൻ്റെ പുത്രനായിട്ട് ശ്രീരാമനായിട്ട് അവതരിക്കുക, ആ സമയത്ത് രാവണ നിഗ്രഹം സാധ്യമാകും എന്ന്. അങ്ങനെ അതാണ് ശ്രീരാമ അവതാര ലക്ഷ്യം. അങ്ങനെ ശ്രീരാമൻ ഇങ്ങനെ ദശരഥപുത്രനായിട്ട് രാമനായിട്ട് ജനിക്കുന്നു. സീതയുമായിട്ടുള്ള സീതാപരിണയം, അങ്ങനെ അവർ കാനനവാസം, പട്ടാഭിഷേകം നടക്കാതെ കാനനവാസം വേണ്ടി വന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് സീത നഷ്ടപ്പെടുന്നു. സീതയെ വീണ്ടെടുക്കുന്നതിനായിട്ട് രാവണ നിഗ്രഹം നടത്തുന്നു. അങ്ങനെ ശ്രീരാമ അവതാരം രാവണ നിഗ്രഹത്തിന് വേണ്ടി ഉണ്ടായതാണ്. ഇതാണ് കഥ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും അടുത്ത കഥയുമായി